പിന്നെ ഇതിന്റെ അവസാന നാളുകളാണ്. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങളുടെ വാക്കാണ്. UDFിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. ആ കേസുകൾ പിൻവലിക്കും. ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി പ്രവർത്തിക്കുന്നു. അയ്യപ്പ ഭക്തരുടെ അധികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ ഉത്കണ്ഠ മനസ്സിലേക്കിക്കൊണ്ട്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ കണ്ണുനീര്, അവരുടെ ഭക്തിയിൽ അവർക്ക് കാണിക്കയിൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ പറ്റുമുടിച്ചവന്മാർക്കെതിരായ ഈ നിരന്തരമായ നമ്മുടെ പോരാട്ടം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സംശയവും വീണ്ടും കക്കാൻ പോയല്ല. അയ്യപ്പൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ഇത് വിൽക്കല്ലേ അയ്യപ്പന്റെ അംഗവിഗ്രഹം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് പിണറായി സുരേന്ദ്രൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന്റെ താക്കോലാണ് നിർവഹിച്ചത്.